എല്ലാ വർഷവും ഈ വർഷത്തെ പോലെ ഞങ്ങൾക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടി. വേറൊന്നുമില്ല കേട്ടോ, എല്ലാ വർഷവും ക്രിസ്മസ് ഞങ്ങൾക്ക് ഫാമിലിയോടെ പനിയായിരിക്കും. എങ്കിൽ പിന്നെ ഈ വർഷത്തെ പനിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ഫേമസ് ആയിട്ടുള്ള ലൂസേണിലെ ഒരു ട്രാൻസ്പോർട്ട് മ്യൂസിയം ആണ് ഇത്. നമ്മൾ ആൺപിള്ളേരൊക്കെ എപ്പോഴും വണ്ടികളല്ലേ പ്രിയ, അങ്ങനെ നമ്മുടെ വെലസൂട്ടിനും അത് തന്നെ. അങ്ങനെ അപ്പനും മോനും ട്രെയിൻ യാത്ര തുടങ്ങി. അപ്പൊ ഈ ട്രെയിനിന്റെ രണ്ട് സൈഡിൽ നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പൊ നമ്മുടെ യൂറോപ്പിൽ താമസിക്കുന്ന പാരന്റ്സിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു മ്യൂസിയം ആണ് ഇത്. വണ്ടികൾ കാണാൻ മാത്രമല്ല, നമ്മളെ പിള്ളേർക്ക് ട്രാക്ടർ ഓടിക്കാം. പിന്നെ ഇവിടുത്തെ എല്ലാ വണ്ടികളും ഏകദേശം പിള്ളേർക്ക് കളിക്കാൻ പറ്റും. ചുമ്മാ കളിക്കാന്നല്ല, അത് ഓടിച്ചും അതുപോലെ തന്നെ അതിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. ട്രെയിൻ യാത്ര കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ ദാണ്ടടാ ഫെലിസ് ബുൾഡോസർ കണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫെലിസ് ചാടി ഫെലിസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കിട്ടിയതെല്ലാം കയ്യിലെടുത്ത് ഫെലിസ് ബുൾഡോസറിലായി അടുത്ത പണി. മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു, പക്ഷെ ഫെലിസ് എന്ത് ചെയ്താലും അവിടെ നിന്ന് വരില്ലായിരുന്നു. അവന് കിട്ടിയ അവസരം ഫുൾ ടൈം അവിടെ നിന്ന് കളിച്ചാലും മതിയാവില്ല. പിന്നെ ദാണ്ട് അടുത്ത് നോക്കിയപ്പോൾ മണ്ണ് ചല്ലിയും വരാൻ വേണ്ടി വേറൊരു സാധനം കിട്ടി. ഫെലിസ് ഹെൽമറ്റും ഡ്രസ്സും ഒക്കെ ഇട്ട് പിന്നെ അടുത്ത ചല്ലി വരൽ തുടങ്ങി. അവന് നല്ല വിശപ്പുണ്ട്, എങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഫെലിസിന്റെ വിശപ്പൊക്കെ എങ്ങോട്ട് പോയെന്നറിയില്ല. അവരുടെ അടുത്ത കഠിനാധ്വാനം കഴിഞ്ഞ് നമ്മുടെ കൺസ്ട്രക്ഷൻ മാൻ വണ്ടിയും തള്ളി ചവിട്ടിക്കൊണ്ട് അടുത്ത പണി തുടങ്ങി. ഇത്തിരി കഠിനമേറിയ പണിയാണെങ്കിലും ഫെലിസ് അവന് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കിളിയമ്മയെന്ന് പറഞ്ഞാൽ ഫെലിസൂട്ടൻ്റെ അനിയത്തി, ഞങ്ങൾ രണ്ടുപേരും അകത്തൊത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അതായത് പണ്ട് ഉള്ള പ്ലെയിനും അതിന്റെ മോഡലും, ട്രെയിനിന്റെ മോഡല്, പിന്നെ ഹെലികോപ്റ്ററിന്റെ മോഡല്, എമർജൻസി ഹെലികോപ്റ്ററിന്റെ മോഡല്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇൻഫിനിറ്റി മിറർ കാണാൻ പോയി. ഫെലിസിനെ പോലെ തന്നെ കുറെ ഫെലിസിനെ കണ്ടപ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷമായി. പിന്നെ ഫെലിസ് അതിലായി കളി. ഫെലിസിന് പല പോസിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഫെലിസ് അത് എൻജോയ് ചെയ്ത്. പിന്നെ ചേട്ടനും അനിയത്തിയും കൂടെ ഫ്ലൈറ്റിലായി അടുത്ത യാത്ര. പിന്നെ ഫെലിസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ കോക്പിറ്റിലും കയറി അവൻ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫെലിക്സിന് നൂറ് സംശയങ്ങളാണ്. ആരായി ഫ്ലൈറ്റ് ഓടിക്കണേ, എങ്ങനെ ഓടിക്കണേ, ഫ്ലൈറ്റ് എങ്ങനെ ആകാശത്തൂടെ പറക്കണേ. എന്തായാലും ഇവിടെ വന്നതോടുകൂടി ഫെലിക്സിന്റെ പപ്പയ്ക്ക് അതൊക്കെ അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇതുകൂടാതെ ഇവിടെ ഒരു ചോക്ലേറ്റ് മ്യൂസിയം ഉണ്ട്, പിന്നെ പ്ലാനറ്റോറിയം ഉണ്ട്. പക്ഷെ പ്ലാനറ്റോറിയത്തിൽ കയറണമെങ്കിൽ മിനിമം ഏജ് 6 ആയതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഇതിന്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് 35 ഫ്രാങ്കും, കുഞ്ഞു കുട്ടികൾക്ക് അതായത് 6 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് 15 ഫ്രാങ്കും. 6 വയസ്സിന് താഴെ ടിക്കറ്റ് ഫ്രീ ആണ്. കൂപ്പ് സൂപ്പർ മാർക്കറ്റിന്റെ കാർഡ് അല്ലെങ്കിൽ ഹലോ ഫാമിലിയുടെ ക്ലബ്ബ് മെമ്പർ ആണെങ്കിൽ നമുക്ക് 20% ഓഫറോട് കിട്ടും. സ്പേസിന്റെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി കയറി. അപ്പോഴാണ്ടടാ ഫെലിക്സ് നടന്നെത്തിയപ്പോൾ ഒരു വലിയ മനുഷ്യൻ ചില്ലുകൂട്ടിനകത്ത്. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ആസ്ട്രോനട്ട്. അപ്പോഴത്തേനും നല്ല വിശപ്പ് വെച്ച്. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു പിസ്സ ഷോപ്പിൽ കയറി ഒരു സൂപ്പർ പിസ്സയും കഴിച്ച് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു.